വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ധോണിയിലെ കാട്ടാന PT-7 പിടികൂടാനുള്ള ഇന്നത്തെ ദൌത്യം ഉപേക്ഷിച്ചു. ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതും ഭൂപ്രകൃതിയുമാണ് ദൌത്യത്തിന് പ്രതിസന്ധിയായത്. ദൌത്യ സംഘത്തെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ട സംഘാംഗങ്ങളെ പിൻവലിച്ചു. ട്രാക്കിംഗ് ടീമും ഡാർട്ടിംഗ് ടീമും 3 മണിവരെ കാട്ടിൽ തുടരും. പ്രസാദ് ഉടുമ്പശ്ശേരിയും CV അനുമോദും ചേരുന്നു. അനുമോദ്, ഏതാണ്ട് 10:10 വരെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ദൌത്യ സംഘത്തിന് ഈ ആന വരുതിയിലാണ് എന്ന കാര്യത്തിൽ. പക്ഷേ കാര്യങ്ങൾ എപ്പോഴാണ് കൈവിട്ടത്? രഞ്ജിത്ത്, 10 മണിക്ക് ശേഷമാണ് ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു ചിത്രം വ്യക്തമാകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ധോണിയിലെ ഈ ഫോറസ്റ്റ് സ്റ്റേഷന്റെ 1 കിലോമീറ്റർ പരിധിയിലാണെങ്കിലാണ് ആനയെ മയക്കുവെടി വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യം ഉണ്ടാകുമായിരുന്നത്. കാരണം ഇവിടുത്തെ ഭൂഘടന, ഇവിടുത്തെ ടെറൈൻ അതിന് അനുയോജ്യമായ രീതിയിലായിരുന്നു. മയക്കുവെടി വെച്ചാൽ ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഈ ആനയെ ധോണിയിലെ ആനക്കൂട്ടിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കണക്കൂട്ടലെല്ലാം തെറ്റിച്ച് ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇവിടുത്തെ മലനിരകളുടെ പ്രത്യേകത കുത്തനെയുള്ള കയറ്റവും അതുപോലെ തന്നെ തിക്കായിട്ടുള്ള മരങ്ങളും ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ആ മേഖലകളിലൂടെയാണ് ആന ഉള്ളിലേക്ക് നീങ്ങുന്നത്. ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് വെച്ച് ആനയെ മയക്കുവെടി വയ്ക്കുക പ്രായോഗികമല്ല വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. കാരണം മയക്കുവെടി വെച്ച് ആന ഏതാണ്ട് ഒരു 40 മിനിറ്റിലധികം സെഡേഷനിലായിരിക്കും. ഈ സെഡേഷനിൽ നിൽക്കുന്ന സമയത്ത് വേണം ആനയെ കുങ്കിയ ആനകളുടെ സഹായത്തോടെ കൂട്ടിലേക്ക് എത്തിക്കുവാൻ. പക്ഷേ ഇത്രയും ദുർഘടമായ ഒരു ഭൂഘടനയുടെ സാഹചര്യത്തിൽ മയക്കുവെടി വയ്ക്കുകയും ആനയെ നിയന്ത്രിക്കുകയും എളുപ്പമാകില്ല എന്ന കണ്ടാണ് ഈ ദൌത്യം ഇന്ന് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല, ഉച്ചയ്ക്ക് ശേഷം ചൂട് കൂടുന്ന സാഹചര്യവും ഈ ദൌത്യം ഉപേക്ഷിക്കുന്നതിന് മറ്റൊരു കാരണമായിട്ട് തന്നെയാണ് കരുതുന്നത്. പക്ഷേ നമ്മൾ രാവിലെ മുതൽ ഈ നാട്ടിലെ പ്രദേശവാസികളുടെ എല്ലാ അഭിപ്രായം കേൾക്കുമ്പോൾ അവരൊക്കെ ഇന്ന് വേറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. ഇന്നത്തെ ഈ ശ്രമം ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഈ ഒരു ദൌത്യം അവസാനിപ്പിക്കില്ല എന്ന കണക്കൂട്ടലാണ് ഇവരെല്ലാം ഉള്ളത്. മാത്രമല്ല, അവർ മറ്റൊരു ആശങ്ക കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. സാധാരണ ഈ ഉച്ചയ്ക്ക് ചൂട് കൂടുമ്പോൾ ആന ഉൾക്കാട്ടിലേക്ക് പോകുന്നതും പിന്നീട് വൈകുന്നേരം 5 മണിക്ക് ശേഷം ആന നാട്ടിലേക്ക് ഇറങ്ങുന്നതും ഒരു പതിവുള്ള സാഹചര്യമാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യം കൂടി, അത്തരത്തിലൊരു അവസ്ഥ കൂടി ഉണ്ടെന്നും നാട്ടുകാർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ദൌത്യം ഇന്ന് ഉപേക്ഷിച്ചതായി വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ടെങ്കിലും ദൌത്യത്തിന് വേണ്ടി ഉള്ളിലേക്ക് പോയ ഡോക്ടർ അരുൺ ചക്രി അടക്കമുള്ളവർ ഇനി പുറത്തു വരാനുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ, ഏതാണ്ട് 1 മണിക്കൂർ സമയം എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അവർ പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഇന്ന് എന്തെല്ലാം നടന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് തടസ്സമായത് എന്നതിനെ കുറിച്ച് വിശദമായുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. ഏതായാലും ദൌത്യ സംഘം ഇപ്പോഴും കാട്ടിൽ തുടരുകയാണ്. പ്രസാദ്, അത് തന്നെയാണ് സാഹചര്യം. കാരണം ഇന്നലെ രാത്രിയും ഇവൻ ഇറങ്ങി കൃഷി നശിപ്പിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. അനുമോദ് നേരെ സൂചിപ്പിച്ചതുപോലെ ഇനിയും നാട്ടിലിറങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ ദൌത്യ സംഘം ഒന്ന് പിന്മാറിയാൽ ഒരു പക്ഷേ വീണ്ടും അത് സംഭവിച്ചേക്കാം. അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള ശ്രമങ്ങൾ ഇനിയും ഈ PT-7 വലയിലാക്കുന്നത് വരെയുള്ള ദൌത്യം അത് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണോ ഇപ്പോൾ വനംവകുപ്പിന്റെ തീരുമാനം? രഞ്ജിത്ത്, എന്തായാലും ദൌത്യം ഇന്നത്തേത് ഉപേക്ഷിച്ചെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ഇത് തുടരും എന്ന് തന്നെയാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് നേരത്തെ അനുമതി സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ വരെ ഏറെക്കുറെ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇവിടെ വനത്തിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ പോലും പിന്നീട് ചപ്പാത്തിൽ നിന്ന് കൂടുതൽ ഉള്ളിലേക്ക് PT-7 പോയതാണ് ഈ ഇത്തിരി പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത്. അതോടൊപ്പം തന്നെ ഏറ്റവും ചെരിഞ്ഞ പ്രദേശത്ത്, അതും മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ആന മാറി. ഈ ഒരു സാഹചര്യത്തിലാണ് ദൌത്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതോടുകൂടി ഇതിന്റെ സപ്പോർട്ടിംഗ് ടീമിനെ പൂർണ്ണമായും പിൻവലിച്ചു. രാവിലെ തന്നെ PT-7 പിടികൂടി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും അതോടൊപ്പം തന്നെ മറ്റ് ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുമായി പോലീസ് എത്തിയിരുന്നു. പോലീസിനെ പൂർണ്ണമായും പിൻവലിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് യൂണിറ്റും ആംബുലൻസും എല്ലാം തന്നെ പൂർണ്ണമായും പിൻവലിച്ചു. വനംവകുപ്പ് കൂടുതൽ ചുമതല നിയോഗിച്ചിട്ടുള്ള കൂടുതൽ ആളുകളെയും എല്ലാം തന്നെ മടക്കി അയച്ചിട്ടുണ്ട്. ഇനി അവിടെ കാട്ടിൽ തുടരുന്നത് ഡാർട്ടിംഗ് ടീമും ട്രാക്കിംഗ് ടീമുമാണ്. ട്രാക്കിംഗ് ടീം ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ഇനിയും ഉൾവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ PT-7 പിടികൂടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പോകുന്നു എന്നുള്ളതെല്ലാം തന്നെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ട്രാക്കിംഗ് ടീം അവിടെ തുടരുന്നത്. ഡാർട്ടിംഗ് ടീം നിലവിലുള്ള സ്ഥിതിഗതികൾ പരിശോധിക്കുകയാണ്. ഇനി നേരത്തെ അവർ കണ്ടെത്തിയിരുന്ന സ്ഥലത്തു നിന്ന് മാറി മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ മയക്കുവെടി വെക്കാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യതകളാണ് പരിശോധിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ദൌത്യം ഇനി തുടരേണ്ടതുണ്ടോ, അതായത് അടുത്ത ദിവസം എങ്ങനെയാകണം എന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് എടുക്കുക. ഇന്ന് രാവിലെ വലിയ പ്രതീക്ഷയിലായിരുന്നു ആളുകളെല്ലാം
കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവരെ ദിവസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി തന്നെ ഈ മേഖലയിൽ നിത്യസാധ്യമായി മാറിയിരുന്ന PT-7 പിടികൂടും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ നാട്ടുകാരെല്ലാം തന്നെ രാവിലെ പങ്കുവച്ചതാണ്. ഇപ്പോൾ ഈ ദൌത്യം ഇന്നത്തേത് ഉപേക്ഷിച്ചെങ്കിൽ അവർ നിരാശയുണ്ടാക്കുന്നെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ PT-7 പിടികൂടുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. അതല്ല എങ്കിൽ നേരത്തെ ആളുകൾ പറയുന്ന പോലെ PT-7 പിടികൂടിയില്ല എങ്കിൽ വലിയ പ്രതിഷേധവും നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ദൌത്യസംഘം തുടരുകയാണ്. പ്രസാദ്, ഒപ്പം നേരത്തെ പ്രസാദ് അവിടെ ചപ്പാത്തിലടക്കം ഈ ഉയർന്ന വനമേഖലകളിൽ ഉയർന്ന കുതിരി ചുവരിലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പ്രേക്ഷകരെ കാണിച്ചിരുന്നു. ഇത് ഈ വനം ഇപ്പോഴും ആ മേഖലയിൽ തന്നെ തുടരുകയാണ് എന്നാണോ മനസ്സിലാക്കുന്നത്? ചരിഞ്ഞ പ്രദേശത്ത് ഉൾക്കാട്ടിലേക്ക് കയറി അവിടെ ഈ PT-7 തുടരുകയാണ് എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? ഒപ്പമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക്, ട്രാക്കിംഗ് ടീമിനും മറ്റും ഈ ആനയെ നിരീക്ഷിക്കുന്ന സംവിധാനത്തിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? രഞ്ജിത്ത്, നിരീക്ഷിക്കുന്ന സംവിധാനത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അവരവിടെ തന്നെ തുടരുന്നു. അതുകൊണ്ടാണ് നേരത്തെ വനംവകുപ്പ് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം വിശദീകരിച്ചത്. അവർ നൽകിയിട്ടുള്ള കുറിപ്പിൽ പറയുന്നത് അവിടെ ട്രാക്കിംഗ് ടീമും ഡാർട്ടിംഗ് ടീമും അവിടെ തുടരുന്നു, സപ്പോർട്ടിംഗ് ടീമിനെ മാത്രമാണ് പൂർണ്ണമായും പിൻവലിച്ചിട്ടുള്ളത് എന്നാണ്. അതിന് ഉദ്ദേശിക്കുന്നത് ആന നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ഉൾക്കാട്ടിലേക്ക് പോകാതിരിക്കുക, അല്ലെങ്കിൽ എത്രത്തോളം ആന പോകുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഇവിടെ കുങ്കിയാനകൾ മടങ്ങിയെത്തിയിരിക്കുന്നു. അതായത് ഇന്ന് രാവിലെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കുങ്കിയാനയെ ഈ ദൌത്യത്തിനായി കൊണ്ടുപോയിരുന്നു. അതിനെല്ലാം മടക്കി ഇപ്പോൾ തിരിച്ച് വീണ്ടും ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മടക്കി എത്തിച്ചിട്ടുണ്ട്. ഇനി സമയത്തിനകം തന്നെ ഡോക്ടർ അരുൺ സക്കറി ഉൾപ്പെടെയുള്ള സംഘവും ഇവിടേക്ക് വരും. ട്രാക്കിംഗ് ടീമായിരിക്കും അവിടെ പിന്നീട് തുടരുക. അതോടൊപ്പം ഈ ദൌത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒലവക്കോട് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് രഞ്ജിത്ത്, അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ സംഘമെല്ലാം തന്നെ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും അതുണ്ടാകുക. എന്തായാലും അല്പസമയത്തിനകം നമുക്ക് ഔദ്യോഗികമായി തന്നെ ഇന്ന് നടന്ന അവരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു, ഏത് ഘട്ടത്തിലാണ് ഈ ദൌത്യത്തിന്റെ പ്രതിസന്ധി വന്നത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ വിശദീകരിക്കും. രാവിലെ 6 മണി മുതൽ തുടങ്ങിയ, അതായത് ഈ ദൌത്യസംഘം നേരത്തെ തന്നെ RRT സംഘം അവിടെ ഉണ്ടായിരുന്നു. ദൌത്യസംഘം ഇവിടുന്ന് പോയത് 6 മണിയോട് കൂടിയാണ്. 6 മണി മുതൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി ഈ സന്ദേശം ലഭിച്ച നിമിഷം വരെ ഓരോ ഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നത് അദ്ദേഹം വിശദീകരിക്കും. മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെ നമുക്ക് അറിയിച്ചിട്ടുണ്ട്. 12:29 ഔദ്യോഗികമായി വനം വകുപ്പ് അറിയിക്കുന്നത്. ഒരിക്കലും മയക്കുവെടി വെക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥയാണ് ഇന്നെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ഘട്ടങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും ഇന്നത്തെ ദൌത്യവും എന്തെല്ലാം കാര്യങ്ങളായിരുന്നു എന്നുള്ളതെല്ലാം തന്നെ അവർ തന്നെ വിശദീകരിക്കും. അനുമോദം, ഒപ്പം ഈ നേരത്തെ രാവിലെ അനുമോദം സൂചിപ്പിച്ചിരുന്നു, പോലീസ് സംഘത്തെ പിൻവലിച്ചു, അവിടെ കൂട്ടിന് ആക്കുകയാണെങ്കിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പോൾ തൽക്കാലം ഇല്ല. ഒപ്പം കുങ്കിയാനകൾ അവരുടെ സ്ഥാനത്ത് നിലനിൽക്കുന്നു, അവരെ ഉപയോഗപ്പെടുത്തേണ്ട സാഹചര്യം ഇന്ന് ഒരുങ്ങി വന്നില്ല. പക്ഷേ നാളെ ഈ ദൗത്യം വീണ്ടും ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വന്നേക്കാം, കൂടുതൽ സജ്ജീകരണങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരേണ്ടി വന്നേക്കാം. അത്തരം ആലോചനകൾ വനംവകുപ്പ് ആരംഭിച്ചോ? രഞ്ജിത്ത്, ഈ സംവിധാനങ്ങളെല്ലാം തന്നെ നിരവധി ദിവസത്തെ ആലോചനകൾക്കും വിദഗ്ധരുടെ അഭിപ്രായവും എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കുങ്കിയാനായിട്ടുള്ള സുരേന്ദ്രനെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഈ ദൌത്യം തുടങ്ങാൻ സാധിക്കൂ എന്ന് ഡോക്ടർ അരുൺ സക്കറിയ വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മൂന്നാമത്തെ ആനയായ കേരളത്തിലെ തന്നെ ഏറ്റവും മികവാർന്ന പ്രഗത്ഭനായ കുങ്കിയനായ സുരേന്ദ്രനെ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ പരിപൂർണമാണ്. പക്ഷേ ഇന്ന് തടസ്സമായത് ഈ ആനയുടെ മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഒരു സമയം കഴിഞ്ഞാൽ, അതായത് ഉച്ച സമയത്ത് ഈ വെയിൽ കൂടുതലുള്ള സമയത്ത്, ചൂട് കൂടുതലുള്ള സമയത്ത് ആനകൾക്ക് ഉൾക്കാട്ടിലേക്ക് പോകുന്ന ഒരു സ്വഭാവം, ഒരു രീതിയുണ്ട്. ഈ വെയിലിനെ അങ്ങനെയാണ് അവർ പ്രതിരോധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു തരത്തിലുള്ളൊരു മൂവ്മെന്റ് ആണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം ഈ ആന ഇറങ്ങിയാൽ തന്നെയും അതിനെ വെടിവെക്കുക, മയക്കുവെടി വയ്ക്കുക പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം മയക്കുവെടി വെച്ചാൽ തന്നെയും 1 മണിക്കൂറോളം സമയം വേണം ഇതിനെ നിയന്ത്രണത്തിൽ വരുത്തി ആനക്കൂട്ടിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഈ ആനക്കൂട്ടിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ആനയെ മയക്കുവെടി വയ്ക്കാൻ സാധിച്ചാൽ മാത്രമാണ് സുരക്ഷിതമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യം അതല്ല. ഏകദേശം ഒരു 3 കിലോമീറ്റർ അകലെയാണ് ഈ ആന ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പ്രശ്നം കാരണമാണ് ഇന്ന് മയക്കുവെടി വയ്ക്കുന്നത് ഒഴിവാക്കിയിട്ടുള്ളത്. മറിച്ച് ഒരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ
സജ്ജമാണ്. ഇതേ നില നാളെയും തുടരും. ഇനി എന്തെല്ലാം കൂടുതൽ കാര്യങ്ങളാണ് ഒരുക്കാനുള്ളത് അല്ലെങ്കിൽ സജ്ജമാക്കാനുള്ളത് എന്ന കാര്യം അല്പസമയത്തിനകം തന്നെ ഡോക്ടർ അരുൺ സഖറി അടക്കമുള്ളവർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഇന്നത്തെ ദൗത്യം അത് അവസാനിപ്പിച്ച മട്ടാണ്. വനവകുപ്പിന് അത് കൃത്യമായി തന്നെ മയക്കുവെടി വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആന നിലയുറപ്പിച്ചിരിക്കുന്നു. ചെറിയ പ്രദേശമാണ്, കാടാണ്. ഉൾക്കാട്ടിലേക്ക് ആന കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി മയക്കുവെടി വെക്കുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അതിന്റെ എല്ലാ സാധ്യതകളും തേടിയ ശേഷം നാളത്തേക്കായിരിക്കും ഇനിയും നടപടിക്രമങ്ങൾ ദൗത്യ സംഘം ആരംഭിക്കുക എന്നുള്ളതാണ് പ്രസാദും അനുമോദും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ കൃത്യമായി തന്നെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നത് കുങ്കിയാനകളുടെ അടക്കം ദൃശ്യങ്ങളാണ്. അവർ തയ്യാറാണ് ഏത് നിമിഷവും PT-7 എത്തിയാൽ കൃത്യമായി തന്നെ കൂട്ടിലടയ്ക്കുന്ന കാര്യത്തിൽ, അവനെ പരിശീലിപ്പിക്കുന്ന കാര്യത്തിൽ, അവനെ മെരുക്കുന്ന കാര്യത്തിലൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് വനവകുപ്പ്. വനവകുപ്പ് ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ഓപ്പറേഷനാണ് ധോണിയിലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കും, വന്യജീവി ശല്യം പരിഹരിക്കാൻ ജനകീയ ഇടപെടൽ വേണം, വൈത്തിരി മോഡൽ മാതൃകയാക്കണമെന്നും മന്ത്രി പറഞ്ഞു. വനംവകുപ്പ് ഇതുവരെ നടത്തിയ ഓപ്പറേഷനുകളിൽ ഏറ്റവും വലിയ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് അവിടെ നടത്തുന്നത്. ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കകം ആ ദൗത്യം വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ദൗത്യസംഘത്തെ നിയമിക്കുന്ന ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ പറയുന്നത്. അങ്ങനെ വന്നാൽ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയും ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യും. ധോണി കോർമയിൽ നിന്ന് PT-7 താഴെ ഇറക്കാൻ ശ്രമിച്ചപ്പോൾ ഉച്ചയോടെ മയക്കുവെടി വെക്കാനാകുമെന്നാണ് ദൗത്യസംഘം ആദ്യം കരുതിയത്. എന്നാൽ ചപ്പാത്തിലെത്തിയ PT-7 ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതോടെ ദൗത്യം ദുഷ്കരമായിരിക്കുകയാണ്. ധോണി മലയുടെ എതിർവശത്ത് നിന്നും പ്രസാദ് ഉടുമ്പിശ്ശേരിയുടെ റിപ്പോർട്ട്. എനിക്ക് പുറകിൽ കാണുന്ന മലനിരകളാണ് ധോണി വനമേഖല. ഇന്ന് രാവിലെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കാൻ കഴിയുന്നത്, ഇവിടെ ഈ ദൃശ്യങ്ങളിൽ 2 മലകൾ മുൻവശത്ത് കാണാൻ കഴിയും. ഒന്ന് ഉയരം കൂടിയ മലയും മറ്റൊന്ന് അതിനേക്കാൾ ഉയരം കുറഞ്ഞ മലയും. അതിന് നടുക്കായി നിബിഡ വനങ്ങൾ നിൽക്കുന്ന ഒരു പ്രദേശവുമാണ് ഇതിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് വനംവകുപ്പ് രാവിലെ 6 മണിക്ക് അവരുടെ ദൗത്യസംഘം പോകുന്ന സമയത്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ അവിടെ RRT സംഘം ഉണ്ടായിരുന്നു. അതിന് പുറമെ ദൗത്യസംഘം വയനാട്ടിൽ നിന്നുൾപ്പെടെയുള്ള ദൗത്യസംഘം പോകുന്ന സമയത്ത് ഇവിടെ ഈ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയിരിക്കുന്ന കോർമ അരിമണി ഭാഗത്തായിരുന്നു PT-7 നിലയുറപ്പിച്ചിരുന്നത്. അന്ന് അപ്പോൾ PT-7നോടൊപ്പം ഒരു കൊമ്പൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീട് ആ കൊമ്പനെ PT-7 നിന്നും മാറ്റാൻ കഴിഞ്ഞു. അതിനുശേഷം അവിടെ നിന്നും ദൗത്യസംഘം നേരെ PT-7 താഴത്തേക്ക് കൊണ്ടുവന്ന സമയത്താണ് വലിയ പ്രതീക്ഷ നൽകിയത്. ഇന്ന് തന്നെ ദൗത്യം, അതായത് ഉച്ചയ്ക്ക് മുമ്പായി ദൗത്യം നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ വനംവകുപ്പിനുണ്ടായിരുന്നത്. എന്നാൽ ചപ്പാത്ത് എന്ന് പറയുന്ന ഇവിടെ നിൽക്കുന്ന 2 മലകളുടെയും മധ്യഭാഗത്തായി കാണുന്ന ഇടതൂർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് ആന PT-7 എത്തുകയും പക്ഷേ അവിടെ നിന്ന് നേരെ വീണ്ടും അത് മുകളിലേക്ക് നടുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും, മുകൾ ഭാഗത്തേക്ക് PT-7 കയറുകയും ചെയ്തു. ഇതാണ് ഈ ദൗത്യത്തെ വലിയ തോതിൽ ദുഷ്കരമാക്കി മാറ്റിയിട്ടുള്ളത്. കാരണം ഏറ്റവും ചെരിവായി നിൽക്കുന്ന സ്ഥലത്തും ഇത്രയും ഇടതൂർന്ന് മരങ്ങളുള്ള ഒരു സ്ഥലത്തും വെച്ച് മയക്കുവെടി വെക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ഇതിനെ താഴത്തേക്ക് ഇറക്കി ഈ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനോട് സമീപത്ത് നിൽക്കുന്ന നമുക്ക് ഈ കൃഷിസ്ഥലങ്ങളെല്ലാം തന്നെ കാണാൻ കഴിയുന്ന അതിൻ്റെ മറുവശത്തുള്ള തൊട്ട് ചേർന്ന് നിൽക്കുന്ന നിരപ്പായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മയക്കുവെടി വെക്കാൻ കഴിയുള്ളൂ. കാട്ടിലേക്ക് വലിയുന്നു എന്നതിൻ്റെ പേരിൽ ഈ PT-7 പിടികൂടാനുള്ള ദൗത്യം ഉപേക്ഷിക്കരുത്. ഇന്ന് അത് നിർത്തിവെച്ചാൽ പോലും വരും ദിവസങ്ങളിൽ തുടരുകയും PT-7 പിടികൂടി കൂട്ടിലടയ്ക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. PT-7 പിടികൂടാൻ കഴിയാത്തതിൽ നിരാശയിലാണ് ധോണി നിവാസികൾ. ധോണിയിലെ പ്രദേശവാസികളുടെ പ്രതികരണങ്ങളിലേക്ക്. ഒരു അസുഖം ഉണ്ടായി ഒരാളെ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത വിധത്തിൽ ഓട്ടോറിക്ഷയൊന്നും വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതീവ ഗുരുതരം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ മക്കളെയൊക്കെ ട്യൂഷന് വിടാൻ പോകുന്ന പേടിച്ചിട്ടാ. കാരണം റോഡിൽ ഇത് നിൽന്നാൽ പോലും അറിയുന്നില്ല. ചിലയിടത്ത് ലൈറ്റ് ഉണ്ട്, ചിലയിടത്ത് ലൈറ്റ് ഇല്ല. അങ്ങനെ ഭയന്ന്. പക്ഷെ നമുക്ക് പിള്ളേർ 10th മോള്, നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ശ്രമം ഉപേക്ഷിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നതിനെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം അത്രയും ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്നതാണ്. കാരണം ഈ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴും ചിലപ്പോൾ പലയിടത്തും നമുക്ക് പല മീറ്റിങ്ങുകൾക്കൊക്കെ പോകേണ്ടി വരുമ്പോഴൊന്നും ഈ രാവിലെ നേരത്തെ ഞങ്ങളൊക്കെ പല കാര്യങ്ങളും ഒഴിവാക്കുകയാണ്. അങ്ങനെ രാത്രി പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കും. PT-7 എന്ന കാട്ടുകൊമ്പനെ പിടികൂടാൻ 3 കുങ്കിയാനകളെയാണ് ദൗത്യസംഘം ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് നാട് വിറപ്പിച്ച കൊമ്പന്മാർ തന്നെയാണ് കുങ്കിയാനകളായി എത്തുന്നത്. വനംവകുപ്പ് പിടികൂടി പ്രത്യേക പരിശീലനത്തിലൂടെ മെരുക്കിയെടുക്കുന്ന കാട്ടാനകളാണ് കുങ്കിയാനകൾ. ഇത് ഭരതൻ. ആദ്യത്തെ പേര് കല്ലൂർ കൊമ്പൻ. വയനാട് കല്ലൂർ എന്ന നാടിനെ വിറപ്പിച്ച് നടന്ന കാട്ടുകൊമ്പനെ 2016 വനം വകുപ്പ് പിടികൂടി മികച്ച പരിശീലനം നൽകി. അങ്ങനെ കല്ലൂർ കൊമ്പൻ ഭരതനായി.
അടുത്തത് വിക്രം. ആദ്യത്തെ പേര് വടക്കനാട് കൊമ്പൻ, മറ്റൊരു വയനാടൻ കാട്ടുകൊമ്പൻ. 2017 വയനാട് പൊൻകുഴിയിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്തിയപ്പോൾ വനം വകുപ്പ് പിടികൂടിയത്. ഇത് കോന്നി സുരേന്ദ്രൻ. ഇവനാണ് ശരിക്കും ഹീറോ. 1999 പത്തനംതിട്ട രാജംപാറയിൽ നിന്നും 1 വയസ്സുള്ളപ്പോൾ വനം വകുപ്പിന് കിട്ടിയതാണ്. കോന്നി ആനത്താവളത്തിൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി വളർന്ന സുരേന്ദ്രനെ കുങ്കിയാനയാക്കാനുള്ള ശ്രമത്തിനെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. നാട്ടുകാർക്കിവനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനായി കാണാനായിരുന്നു ആഗ്രഹം. എന്നാൽ വനം വകുപ്പിന് മറ്റുള്ള കൊമ്പന്മാരെ ചട്ടം പഠിപ്പിക്കാൻ സുരേന്ദ്രനെ പോലെ ഒരാനയെ വേണമായിരുന്നു. അങ്ങനെ 2018 തമിഴ്നാട് മുതുമലയിൽ കൊണ്ടുപോയി പ്രത്യേക പരിശീലനത്തിലൂടെ കുങ്കിയാനയാക്കി. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പിടിച്ച PM2 എന്ന കാട്ടാനയെ തളയ്ക്കാനും സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഭരതൻ, വിക്രം, സുരേന്ദ്രൻ ഈ 3 പേരുമാണ് PT7 പിടിക്കാനുള്ള ദൗത്യത്തിന് ഒപ്പം നിൽക്കുന്ന കുങ്കിയാനകൾ. ദൗത്യത്തിനിടെ PT7 അനുസരണക്കേട് കാട്ടിയാൽ ഇവർ നോക്കിക്കോളും. നാളെ PT7 ഇവരിൽ ഒരംഗമായി അന്ന് നാടുവിറപ്പിക്കുന്ന കാട്ടുകൊമ്പനെ പിടികൂടാനിറങ്ങും. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. മറ്റു ചില വാർത്തകളിലേക്ക് കടന്നാൽ മാധവ് ഗാഡ്ഗിലിനെതിരെ വനമന്ത്രി AK ശശീന്ദ്രൻ. മലയോര ജനതയുടെ മനസ്സിൽ തീ കോരിയിട്ട ആളാണ് മാധവ് ഗാഡ്ഗിൽ. അന്ന് തുടങ്ങിയ ആശങ്കയാണ് പശ്ചിമഘട്ടത്തിലെ കർഷകർക്കുള്ളത്. മൃഗങ്ങൾക്കും മനുഷ്യർക്കും അവകാശമുണ്ടെന്നും എല്ലാവർക്കും ജീവിക്കണമെന്നും വനമന്ത്രി പറഞ്ഞു. ഗാഡ്ഗിലിനെ പോലുള്ള പ്രശസ്തന്മാരും നിങ്ങൾക്കറിയാം, മലയോര മേഖലയിലെ കർഷക ജനതയുടെ മനസ്സിൽ തീ കോരിയിടുന്നതിൽ വലിയ പങ്ക് വഹിച്ച റിപ്പോർട്ടുകൾ സമർപ്പിച്ച ആളാണ്. അവിടുന്ന് തുടങ്ങിയ ആശങ്കയാണ് നമ്മുടെ പശ്ചിമഘട്ട മേഖലയിലെ കർഷകർക്കുള്ളത്. ജമ്മുവിലെ നരിവാലിൽ ഇരട്ട സ്ഫോടനം. 6 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. സ്ഫോടനം നടന്ന പ്രദേശം പോലീസ് സീൽ ചെയ്തു. ഇന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ഭീകരാക്രമണമാണെന്ന് ജമ്മു കാശ്മീർ ADGP മുകേഷ് സിംഗ് പറഞ്ഞു. മനു ഭരത് ചേരുന്നു. മനു, എന്താണ് സംഭവിച്ചത്? ഈ മേഖല നേരത്തെ ഇത്തരം സംഭവങ്ങൾ നടന്ന പ്രദേശമാണോ? ഈ കഴിഞ്ഞ ദിവസം തൊട്ട് ജമ്മുവിൽ വലിയ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുകയായിരുന്നു. 2 പ്രധാന കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയത്. ഒന്ന്, ജനുവരി 26 ബന്ധപ്പെട്ടുള്ള റിപ്പബ്ലിക് ദിന വരുന്നു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ജമ്മുവിൽ ഉണ്ട്. 23-ാം തീയതി അവിടെ പബ്ലിക് റാലിയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കേണ്ടതുമാണ്. ഈ ഘട്ടത്തിൽ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിന് ഇടയിലാണ് ഒരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇതിനു പിന്നിൽ രാഷ്ട്രവിരുദ്ധ താല്പര്യങ്ങളാണ് ഉള്ളത് എന്ന് വ്യക്തമായിട്ടുണ്ട്. പ്രദേശം മുഴുവൻ സീൽ ചെയ്തിരിക്കുന്നു. ആളുകളെ പെട്ടെന്ന് തന്നെ ഈ പരിക്കേറ്റ 6ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും കൂടുതൽ അക്രമ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള നീക്കമാണ് പ്രദേശത്ത് സേനാ വിഭാഗങ്ങൾ നടത്തുന്നത്. മനോഭരത വിവരങ്ങൾ പങ്കുവച്ചു. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ പോലീസുകാരുടെ വിവരങ്ങൾ ശേഖരിച്ച് സംസ്ഥാന പോലീസ് മേധാവി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് യൂണിറ്റ് മേധാവികൾക്കുള്ള നിർദ്ദേശം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരായ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. അതേസമയം ഓംപ്രകാശിന്റെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട 3 പേർ തിരുവനന്തപുരത്ത് കോടതിയിൽ കീഴടങ്ങി. സേനയിലെ കളങ്കിതരുടെ പട്ടിക തയ്യാറാക്കാൻ ഇന്നലെ വിളിച്ച ഓൺലൈൻ യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി DGP അനിൽകാന്ത് നിർദ്ദേശിച്ചിരുന്നു. ഈ പട്ടിക ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപ് നൽകാനാണ് യൂണിറ്റ് മേധാവികളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. യൂണിറ്റ് മേധാവിമാരായ IGമാർ, DIGമാർ, സിറ്റി പോലീസ് കമ്മീഷണർമാർ, ജില്ലാ പോലീസ് മേധാവിമാർ ഉൾപ്പെടെയുള്ളവരാണ് പട്ടിക നൽകേണ്ടത്. പോക്സോ, പീഡനം, വിജിലൻസ്, ഗുരുതര കുറ്റകൃത്യം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായ പോലീസുകാരുടെ വിവരങ്ങളാണ് പ്രധാനമായും ശേഖരിക്കുക. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിട്ടവരുടെ വിവരങ്ങളും അറിയിക്കണമെന്ന് DGP നിർദ്ദേശിച്ചു. DYSP ഉൾപ്പെടെയുള്ളവർ ഗുണ്ടാ നേതാക്കളുടെ മധ്യസ്ഥ ചർച്ചയിൽ പങ്കാളികളായിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ഇവർക്കെതിരായ നടപടി കടുപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വിവരശേഖരമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സേനയിലെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി 24 CIമാരെ കൂടി സ്ഥലം മാറ്റി. അതേസമയം കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശിന്റെ കൂട്ടാളികൾ കോടതിയിൽ കീഴടങ്ങി. ആരിഫ്, ആസിഫ്, ജോമോൻ എന്നിവരാണ് കീഴടങ്ങിയത്. ഓംപ്രകാശിനും പുത്തമ്പാലം രാജേഷിനും വേണ്ടിയുള്ള തിരച്ചിൽ അന്വേഷണ സംഘം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.
പോലീസിനെ ഫോണിൽ വിളിച്ച് മരണമൊഴി നൽകിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി അമൽജിത്താണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ചാണ് ആത്മഹത്യ. ഇയാളിത് പോലീസിനെ വിളിച്ചു പറയുകയായിരുന്നു. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ കോളാണ് സാർ. ഈ കോളൊന്ന് റെക്കോർഡ് ചെയ്യണം. പറഞ്ഞോളൂ, റെക്കോർഡ് തന്നെയാണ്. എനിക്ക് പറയാനുള്ള അവസാനമായിട്ടുള്ള കാര്യങ്ങൾ സാർ കേൾക്കണം. ഞാനിവിടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് പറയൂ സുഹൃത്തെ. സാറേ, എന്റെ ജീവിതത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പോലീസ് എന്റെ ഒരു കാര്യത്തിൽ, അതായത് എന്റെ ജീവിതത്തിൽ പക്ഷപാതം നിന്ന് ഇല്ലാത്ത കേസ് എന്റെ തലയിൽ കെട്ടിവെച്ചു. അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്. എവിടെ ഇത്? ഏത് സ്റ്റേഷനിലെ ആൾക്കാരാണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്? തൊടുപുഴ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരാണ്. തൊടുപുഴ സുഹൃത്തെ ഇടുക്കിയല്ലേ? അതെ, തൊടുപുഴ ഇടുക്കിയിലുള്ള സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. സാർ, ഇതെന്റെ മരണമൊഴിയായിട്ട് കണക്ക് കൂട്ടണം. അപ്പൊ ഞാൻ മരണത്തിന് കീഴടങ്ങുകയാണ്. MDMAയുമായി എക്സൈസ് പിടികൂടിയ പ്രതിയുടെ അമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശാന്തിപുരം ഷൈനി കോട്ടേജിൽ ഗ്രേസി ക്ലമന്റാണ് തൂങ്ങി മരിച്ചത്. ഇന്നലെയാണ് ഇവരുടെ മകൻ ഷൈനോ ക്ലമന്റിനെ തിരുവനന്തപുരം എക്സൈസ് സംഘം MDMA പിടികൂടിയത്. 2047 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. എതിരാളികളെ വകവരുത്താൻ സർവീസ് ടീമുകൾക്കും കില്ലർ സ്ക്വാഡുകൾക്കും രൂപം നൽകിയിട്ടുണ്ട് എന്നും കോടതിയിൽ വ്യക്തമാക്കി. കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതക കേസിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് NIAയുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത കാൽനൂറ്റാണ്ടുകൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണത്തിനാണ് PFI ലക്ഷ്യമിടുന്നത് എന്നാണ് NIAക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വെളിവാക്കുന്നത്. സുള്ളിയയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നൊട്ടാരുവിന്റെ കൊലപാതക കേസിലാണ് ദേശീയ അന്വേഷണ ഏജൻസി പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 20 പ്രതികളിൽ 6 പേരും ഇപ്പോഴും ഒളിവിലാണ്. പ്രതികൾക്കെതിരെ ഗൂഢാലോചന, ഇരുഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ UAPA നിയമത്തിലെ വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. 2022 ജൂലൈയിലാണ് യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പ്രവീണിന്റെ കൊലപാതകം നടന്നത്. മുതിർന്ന PFI നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പട്ടികയിലുള്ളവരെ ആക്രമിക്കുന്നതിനും കൊല്ലുന്നതിനും പ്രത്യേക ടീമുകൾ പരിശീലനം നടത്തിയെന്ന് കുറ്റപത്രം പറയുന്നു. ബംഗളൂരു, സുള്ളിയ ടൗൺ എന്നിവിടങ്ങളിലായി PFI അംഗങ്ങളുടെയും നേതാക്കളുടെയും യോഗങ്ങൾ ചേർന്ന് ഗൂഢാലോചന നടത്തി. ജില്ലാ സർവീസ് ടീം തലവൻ മുസ്തഫ ഒരു പ്രത്യേക സമുദായത്തെ തിരിച്ചറിയാനും ടാർഗറ്റ് ചെയ്യാനും നിർദ്ദേശിച്ചു. ഇതുപ്രകാരം 4 പേരെ കണ്ടെത്തി. അതിനുശേഷമാണ് കൊലപാതകം നടന്നതെന്നും കുറ്റപത്രം പറയുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നിരോധ സംഘടനയായ PFI നേതാക്കളുടെ വസ്തുവകകൾ കണ്ടുകെട്ടൽ നടപടികൾ ഇന്നും തുടരുന്നു. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാനുള്ള നടപടി സർക്കാർ തുടങ്ങിയത്. ഇന്ന് വൈകിട്ട് 5-നകം ജപ്തി പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഇന്നലെ മുൻ സംസ്ഥാന സെക്രട്ടറി CA റൌഫ് ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം 100-ലധികം മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു. ഇതിനിടെ 2047 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നു. ഈ ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് PFI സർവീസ് ടീമിന് രൂപം നൽകിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് പുറമെ CPMലും പ്രതിഷേധം. നിർമ്മാണത്തിനായി ആദ്യാവസാനം പ്രവർത്തിച്ച തന്നെയും ശൈലജ ടീച്ചറെയും ഒഴിവാക്കിയതിൽ G. സുധാകരൻ ഫേസ്ബുക്കിലൂടെ പ്രതിഷേധം അറിയിച്ചു. KC വേണുഗോപാലിനെ ഒഴിവാക്കിയതിൽ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചിരിക്കെയാണ് സ്ഥലം മുൻ MLA കൂടിയായിരുന്ന സുധാകരന്റെ പരസ്യ വിയോജിപ്പ്. KCയെയും സുധാകരനെയും ഒഴിവാക്കിയതിന് പിന്നാലെ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. ചരിത്രനിരാസം ചില ഭാരവാഹികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മാനസിക വ്യാപാരമാണെന്നാണ് G. സുധാകരന്റെ വിമർശനം. അതുകൊണ്ട് ചരിത്രം ഇല്ലാതാകുന്നില്ലെന്ന് സുധാകരൻ പറയുന്നു. മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ കരാർ ഒപ്പിട്ടതും പണം അനുവദിച്ച് ദ്രുതഗതിയിൽ പണി ഏറെക്കുറെ പൂർത്തീകരിച്ചതും മുൻ LDF സർക്കാരിന്റെ കാലത്തായിരുന്നു. അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയുടെ പ്രത്യേക താൽപര്യം പദ്ധതിയിലുണ്ടായിരുന്നു. ധനമന്ത്രിയാകട്ടെ തോമസ് ഐസക്കും. G. സുധാകരൻ സ്ഥലം MLAയും പൊതുമരാമത്ത് മന്ത്രിയും. കേന്ദ്രത്തിന്റെ അനുമതി നേടിയെടുക്കുന്നതിന് KC വേണുഗോപാലും മുഖ്യ പങ്ക് വഹിച്ചു. പ്രധാനമന്ത്രിയുടെ സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പങ്കാളിത്തത്തോടുകൂടി 173.18 കോടി രൂപ ചെലവഴിച്ചായിരുന്നു 6-നില മന്ദിരം പൂർത്തിയാക്കിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറി മാറി വന്നെങ്കിലും മണ്ഡലത്തിന്റെ ജനപ്രതിനിധി സുധാകരൻ തന്നെയായിരുന്നു.
KC വേണുഗോപാലിനെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും സമരത്തിലാണ്. അദ്ദേഹത്തിന്റെ പേര് മാത്രം ആ നോട്ടീസിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തെ അവഹേളിക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കവാടത്തിൻ്റെ അടുത്ത്, നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ കവാടത്തിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഞങ്ങളൊരു സത്യാഗ്രഹം നടത്തുകയാണ്. ഇതിനിടയിലാണ് സുധാകരന്റെ വിമർശനം. ആദ്യാവസാനം മുന്നിൽ നിന്ന് തന്നെ ഓർക്കാതിരുന്നതിൽ പരിഭവമില്ലെന്ന് അദ്ദേഹം കുറിച്ചു. സമാനമായ രീതിയിൽ സുധാകരൻ ജനപ്രതിനിധിയായിരിക്കെ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുന്നപ്ര സ്കൂളിന്റെ ഉദ്ഘാടന നോട്ടീസിലെ കെട്ടിടത്തിന്റെ ചിത്രത്തിൽ നിന്നും സുധാകരന്റെ പേര് ഫോട്ടോഷോപ്പ് ചെയ്ത് മറച്ചതും വിവാദമായിരുന്നു. സലാം MLAയുടെ ഓഫീസാണ് അന്ന് പേര് മറച്ച് നോട്ടീസ് അച്ചടിച്ചിറക്കിയത്. ജില്ലയിലെ CPM-ലെ പുതുനേതൃത്വം ചരിത്രമൊന്നാകെ വെട്ടിമാറ്റുന്നതിനിടയിലാണ് ഇന്ന് വൈകിട്ട് 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം നിർവഹിക്കുക. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ആലപ്പുഴ SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ലഹരിക്കടത്തിൽ പങ്കാളിയായ CPM ഏരിയ കമ്മിറ്റി അംഗം ഷാനവാസിനെ കൌൺസിലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക, സ്ത്രീകളെ ദുരുപയോഗം ചെയ്ത് നഗ്നചിത്രങ്ങൾ പകർത്തിയ CPM ഏരിയ കമ്മിറ്റി അംഗം AP സോണയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പോലീസിനു നേരെ സമരക്കാർ കല്ലെറിഞ്ഞു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. ഇടവേള. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂട്ടിച്ച ഹോട്ടലുകൾ വീണ്ടും തുറക്കാൻ കടമ്പകളേറെ. ന്യൂനതകൾ പരിഹരിച്ചെന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും. ജീവനക്കാർക്ക് പരിശീലനം, ഹൈജീൻ റൈറ്റിംഗ് എന്നിവയും നിർബന്ധമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിച്ചു. ഒരു ഹോട്ടൽ വീഴ്ച കണ്ടെത്തി പൂട്ടിച്ചാൽ അവ 2 ആഴ്ചയ്ക്കുള്ളിൽ പരിഹരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് സത്യവാങ്മൂലം സമർപ്പിച്ചാൽ വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിക്കാം എന്നതായിരുന്നു മുൻ മാനദണ്ഡം. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ വീണ്ടും എത്തി പരിശോധിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സാഹചര്യം മാറുകയാണ്. പുതുക്കിയ മാനദണ്ഡ പ്രകാരം ഹോട്ടൽ അടപ്പിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിച്ച ശേഷം വകുപ്പിനെ അറിയിക്കണം. തുടർന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കും. പരിഹരിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ തുറക്കാൻ അനുവദിക്കും. എന്നാൽ 2 ആഴ്ചയ്ക്കിടെ ഇതേ സ്ഥാപനത്തിൽ വീണ്ടും പരിശോധന നടത്തും. ലൈസൻസ്, രജിസ്ട്രേഷൻ എന്നിവ എടുക്കാത്ത സ്ഥാപനങ്ങൾക്ക് അവ എടുത്ത ശേഷം മാത്രമാകും തുറക്കാൻ അനുവദിക്കുക. ഹൈജീൻ റേറ്റിംഗ് നടത്താത്തവർ 1 മാസത്തിനുള്ളിൽ റേറ്റിംഗ് പൂർത്തിയാക്കി പ്രദർശിപ്പിക്കണം. ജീവനക്കാർക്ക് പരിശീലനം നൽകുകയും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി ജനുവരി 3 മുതൽ ആരംഭിച്ച പ്രത്യേക പരിശോധനയിൽ 290 സ്ഥാപനങ്ങളാണ് പൂട്ടിയത്. 1487 സ്ഥാപനങ്ങൾക്ക് നോട്ടീസും നൽകിയിരുന്നു. സംസ്ഥാന അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും കഴിഞ്ഞ ദിവസം രൂപീകരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. പഴകിയ ഇറച്ചി പിടികൂടിയ സംഭവത്തിൽ കളമശ്ശേരി നഗരസഭയ്ക്കെതിരെ നിയമ നടപടിയുമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. തെളിവില്ലാത്ത ആരോപണമാണ് നഗരസഭ ഉന്നയിച്ചിരിക്കുന്നതെന്നും KHRA ആരോപിച്ചു. കളമശ്ശേരിയിൽ പിടികൂടിയ പഴകിയ ഇറച്ചി വാങ്ങിയ ഹോട്ടലുകളുടെ പേര് പുറത്തുവിട്ട നഗരസഭയ്ക്കെതിരെയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. തെളിവില്ലാത്ത ആരോപണമാണ് നഗരസഭ ഉന്നയിക്കുന്നതെന്ന് KHRA സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ പറഞ്ഞു. അസോസിയേഷന് കീഴിലെ ഹോട്ടലുകൾ സുനാമി ഇറച്ചി വാങ്ങിയിട്ടില്ലെന്നും ബില്ല് കിട്ടിയതുകൊണ്ട് മാത്രം തെറ്റുകാരെന്ന് ഉറപ്പിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളിവിടെ നമുക്ക് മേടിക്കുന്ന റോ മെറ്റീരിയൽസ് ഏത് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിച്ചാലും നമുക്കറിയാം, സ്ഥാപനത്തിൽ നമ്മൾ വാങ്ങിക്കുന്ന മീറ്റിന്റെ ക്വാളിറ്റി നോക്കാനല്ലാതെ അവരെന്തെല്ലാം ബിസിനസ് ചെയ്യുന്നുണ്ട്, അവർ മോശമായിട്ട് ഇറച്ചി വിൽക്കുന്നുണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് നോക്കാൻ സാധിക്കില്ലല്ലോ. അപ്പം നമ്മുടെ റോ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ട പ്രധാനപ്പെട്ട ചുമതല ഈ നഗരസഭയ്ക്കാണ്. ഈ നഗരസഭ എന്തുകൊണ്ട്, നഗരസഭ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പരാതി കിട്ടിയപ്പോഴാണ് അവിടെ പോയി അന്വേഷിച്ചതെന്നാണ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അനധികൃത സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ കൂണുപോലെ വളരുമ്പോൾ അപ്പോഴെല്ലാം ഉറങ്ങിക്കിടക്കുന്ന നഗരസഭ ആരെങ്കിലുടെയും പരാതിയുടെ വെളിച്ചത്തിൽ അവിടെ നിന്ന് ഇറച്ചി അല്ലെങ്കിൽ മീറ്റ് ഐറ്റം പിടിച്ചെടുക്കുമ്പോൾ അതിന്റെ പേരിൽ ഒരു പ്രഹസനം ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്ന ആ സമീപനത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. പ്രസ്താവിതമായിട്ട് ഏതെങ്കിലും ഹോട്ടലുകാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുന്നതിന് സംഘടന എതിരുമല്ല. പോലീസ് അന്വേഷണത്തിലൂടെ കുറ്റക്കാരെ കണ്ടെത്തിയ ശേഷം വേണമായിരുന്നു പേരുകൾ വെളിപ്പെടുത്താൻ. വിവാദത്തിന് പിന്നാലെ ഹോട്ടലുകളിലെ കച്ചവടം 40% കുറഞ്ഞെന്നും KHRA പറയുന്നു.
കളമശ്ശേരിയിൽ അടച്ചുപൂട്ടിയ അനധികൃത കേന്ദ്രത്തിൽ നിന്ന് ഇറച്ചി വാങ്ങിയിരുന്ന 49 ഹോട്ടലുകളുടെ പട്ടികയാണ് നഗരസഭ പുറത്തുവിട്ടിരുന്നത്. കൊച്ചി നഗരത്തിലെ തിരക്കേറിയ നിരവധി ഹോട്ടലുകളും ഈ പട്ടികയിലുണ്ട്. ന്യൂസ് 18 കൊച്ചി. കളമശ്ശേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം. പഴകിയ ഇറച്ചി പിടികൂടിയ സംഭവം അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. യുവസംവിധായിക നയന സൂര്യന്റെ മരണത്തിൽ സഹോദരൻ മധുവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരം ജവഹർ നഗറിലെ ഓഫീസിൽ 11 മണിയോടെയാണ് സഹോദരൻ എത്തിയത്. നയനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സഹോദരനും കുടുംബവും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. കുടുംബാംഗങ്ങൾക്ക് പുറമെ നയനയുടെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, ആദ്യം കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കി. കൊച്ചി കലൂരിലെ സംരംഭക സംഗമം ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി. നാടിന്റെ വികസനത്തിനായി എല്ലാം മാറ്റിവെച്ച് ഒരുമിക്കാൻ കഴിയണം. അതിന് നാടിനോട് പ്രതിബദ്ധത ഉണ്ടാകണം. ഹൃദയവിശാലത വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കക്ഷി അടിസ്ഥാനത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകും. അത് നാടിന്റെ പൊതുവായ വികസനത്തെ ബാധിക്കാൻ പാടില്ല. നാടിന്റെ വികസനത്തിന്റെ പ്രശ്നം വരുമ്പോൾ മറ്റഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒന്നിച്ചണിനിരക്കാൻ കഴിയണം. അതിനുള്ള ഹൃദയ വിശാലതയുണ്ടാവണം. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അടിസ്ഥാനരഹിതമായ കണക്കുകൾ നിരത്തുകയാണ് സർക്കാർ. ഇതിൽ പ്രതിഷേധിച്ചാണ് സംഗമത്തിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ മറുപടി. ഏപ്രിൽ മുതൽ ഇ-കൊമേഴ്സ് സംരംഭം തുടങ്ങുമെന്ന് മന്ത്രി പി രാജീവ്. മെയ്ഡ് ഇൻ കേരള ബ്രാൻഡ് വെളിച്ചെണ്ണ ഏപ്രിൽ മുതൽ വിപണിയിലെത്തിക്കും. 50 കോടിയുടെ നിക്ഷേപത്തിന് ഒരാഴ്ചയ്ക്കുള്ളിൽ അനുമതി നൽകുമെന്നും രാജ്യത്തെ വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളത്തെ 10ാമത് എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള ബ്രാൻഡ്, കേരള കൊയർ, കേരള കൈത്തറി, കേരള ഖാദി, കേരള കാഷ്യൂ പോലെ ഓരോ ഉൽപ്പന്നവും ഇപ്പൊ വെളിച്ചെണ്ണ മെയ്ഡ് ഇൻ കേരള, സേഫ് ടു ഈറ്റ്. ഏപ്രിൽ മാസം മുതൽ ഞങ്ങൾ ബ്രാൻഡ് നൽകാൻ പോവുകയാണ്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. മിക്കവാറും ഏപ്രിൽ മാസത്തോടുകൂടി ഇ-കൊമേഴ്സ് വിപണനത്തിന് നമുക്ക് ഒരുക്കാൻ കഴിയും. കേരളം കടത്തിൽ മുങ്ങി നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. 2020 കേരളത്തിന്റെ പൊതുകടം 29%, 2021 37%. കേന്ദ്രത്തിന്റെ പൊതുകടം ഇക്കാലയളവിൽ 12% കൂടിയെന്നും ഇത് മറച്ചുവെച്ചാണ് കേരളത്തിൻ്റെതായ പ്രചാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം ആകെ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമം വലിയ തോതിലാണ് നടക്കുന്നത്. ഇതിന് റിസർവ് ബാങ്കിന്റെ കണക്കുകളാണ് മറുപടിയായിട്ടുള്ളത്. അതനുസരിച്ച് കേരളത്തിന്റെ പൊതുകടം 2016 സംസ്ഥാന GDP-യുടെ 29%. 2021 ആയപ്പോൾ അത് 37%. സംസ്ഥാനത്തെ നടുക്കിയ ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ രണ്ടാമത്തെ കുറ്റപത്രം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കാലടി സ്വദേശി റോസ്ലിനെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രമാണ് അന്വേഷണ സംഘം പെരുമ്പാവൂർ കോടതിയിൽ സമർപ്പിക്കുക. മുഹമ്മദ് ഷാഫി, ഭഗവൽ സിംഗ്, ഭാര്യ ലൈല എന്നിവരാണ് കേസിലെ പ്രതികൾ. കഴിഞ്ഞ ജൂൺ 8 ആണ് കാലടി സ്വദേശിയായ റോസ്ലിനെ പ്രതികൾ ഇലന്തൂരിലെത്തിച്ച് നരബലിക്ക് ഇരയാക്കിയത്. കാലടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് ഇത്. മുഹമ്മദ് ഷാഫിയാണ് 1ാം പ്രതി. പാരമ്പര്യ ചികിത്സ നടത്തിയിരുന്ന ഇലന്തൂരിലെ ഭഗവൽ സിംഗ്, ഭാര്യ ലൈല എന്നിവർ 2ഉം 3ഉം പ്രതികളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ത്രിപുരയിൽ CPM കോൺഗ്രസ് സംയുക്ത റാലി. ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, ഭരണഘടന സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് റാലി. ദേശീയ പതാകയാണ് റാലിയിൽ ഉപയോഗിക്കുന്നത്. അഗർത്തലയിലെ രവീന്ദ്ര ഭവന് മുന്നിൽ റാലി പുരോഗമിക്കുകയാണ്. റാലിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് നിവേദനം സമർപ്പിക്കുമെന്ന് ഇരു പാർട്ടി നേതാക്കളും നേതൃത്വങ്ങളും അറിയിച്ചു. പാലക്കാട് ഇപ്പോൾ PT7 പിടികൂടാനുള്ള ദൗത്യസംഘം മാധ്യമങ്ങളെ കാണും. തുറന്ന് നമ്മൾ ട്രാക്ക് ചെയ്തെങ്കിലും കാരണം ആനയും വളരെ കൃത്യമായിട്ട്, കാരണം ആളുകൾ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും.
അപ്പോൾ ആ രീതിയിലാണ് അതിന്റെ മൂവ്മെന്റ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ PT7 ശാന്തനായിട്ടാണോ കാണുന്നത്? എങ്ങനെയാണ് നിലവിലൊരു അവസ്ഥ? അല്പം സ്ട്രെസ്ഡാണ്. കാരണം ആളുകൾ പുറകെയുണ്ടെന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള അറിവുകളുണ്ടല്ലോ. എന്നിരുന്നാലും നമുക്ക് അല്പം സാഹചര്യം ഓക്കെ ആയിരുന്നുവെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ആനയുടെ ഹെൽത്ത് നോക്കേണ്ടതുകൊണ്ടും സ്റ്റീപ്പ് ആയതുകൊണ്ടും ചൂടായതുകൊണ്ടും നമുക്ക് ആ ഒരു ഡാർട്ടിംഗ് എന്ന വിഷയം നമുക്കിപ്പോൾ നടത്താൻ അല്ല. കുങ്ക്യാന നമ്മൾ ഫീൽഡിലേക്ക് എടുത്തിട്ടില്ല. അവരെ നമ്മൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. സപ്പോർട്ടിംഗ് ടീമും കുങ്ക്യാനയും ചപ്പാത്ത് ഭാഗത്ത് താഴെയായിട്ട് കൃത്യമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ ഇവിടെ ഈ പാടത്ത് PT7 ഇറങ്ങിയത് നാട്ടുകാർ പറയുന്നുണ്ട്. അവിടെ നെൽകൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ഈ നിരീക്ഷണ വലയം ഭേദിച്ചിട്ട് അങ്ങനെ പോയതാണോ? കാരണം അത് പരുമണിക്കാടുണ്ടെന്ന് പറയുന്നുണ്ട്, ചേറ്റുവെട്ടിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പുളിയമ്പള്ളിയിൽ ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കും ഈ പറയുന്ന പോലെ, കാരണം രാവിലെ നമ്മുടെ ട്രാക്കിംഗ് മുതൽ അല്പ ദൂരത്തേക്ക് നമുക്ക് മിസ്സായെങ്കിലും പിന്നീട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ കൺഫേം ചെയ്തിട്ടില്ല ഏതാണ്. കാരണം 3 സ്ഥലത്ത് ഇറങ്ങിയത് 3 പേരും പറയുന്നുണ്ട്. ഇന്ന് തുടങ്ങി തന്നെ കുറച്ചുകൂടെ നമ്മൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നുകൂടെ നോക്കി ഏതൊക്കെ മേഖലയിൽ കൂടെ ഒന്നുകൂടെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ടെന്ന് അല്പം കൂടെ നേരത്തെ തന്നെ തുടങ്ങാനായിട്ട്. ഇപ്പൊ നമ്മൾ ഈ ആനയെ പിടിക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയ അതിനകത്ത് പറയുന്ന ഒരു 3-ോ 4-ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഒരു കാര്യം, ഇതിന് പരമാവധി ഉൾവനത്തിലേക്ക് ആക്കാനുള്ള ശ്രമം നടത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ശ്രമം നടത്തിയതാണ് എന്നൊരു പരാതിയായിട്ട് ഉയരുന്നുണ്ട്. അങ്ങനെ വല്ല ശ്രമവും ഉണ്ടായിട്ടുണ്ടോ? ആ ശ്രമം നമുക്ക് നേരത്തെ മുതലുണ്ടായിരുന്നു. മുൻപും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ 26/11 ഉത്തരവിലും 31/12 വന്ന ഉത്തരവിന് ശേഷം എല്ലാം നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അത് ഒരിക്കലും പോസിബിൾ അല്ല എന്ന് ഡോക്ടറുടെ വിദഗ്ധ അഭിപ്രായത്തിൽ തന്നെയാണ് ഈ ഒരു ദൗത്യത്തിലേക്ക് നമ്മൾ തുടർന്നത്. അല്ല, ആന ഇനി സമതലത്തിലേക്ക് വന്നാലാണല്ലോ വെടിവെക്കാൻ കഴിയുക. അപ്പൊ ഇനിയിപ്പോ നാളെ ഇത് താഴെ വന്നാലല്ലേ വെടി സാധ്യമാകും? PT7 സ്വഭാവം അനുസരിച്ചിട്ട് വൈകുന്നേരങ്ങളിലോ രാത്രിയോ ചിലപ്പോൾ താഴേക്ക് ഇറങ്ങി വരും. അപ്പൊ നമ്മുടെ നിരീക്ഷണത്തിൽ തന്നെ ഉണ്ടാവും. ദൗത്യസംഘം തലവന്മാർ, ദൗത്യസംഘ മേധാവികളാണ് മാധ്യമങ്ങളെ കണ്ടത്. ആന ഉൾവനത്തിൽ തുടരുന്നു, മയക്കുമണി വെക്കാനായില്ല, ദൗത്യം തുടരും എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരമായി അവർ പങ്കുവെക്കുന്നത്. ഡൽഹി ജന്തർ മന്ദറിൽ ഗുസ്തി താരങ്ങൾ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും BJP MPയുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ അടക്കം കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതോടെയാണ് താരങ്ങൾ സമരം അവസാനിപ്പിച്ചത്. ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്ന് രാത്രി നടത്തിയ ചർച്ചയിൽ കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ താരങ്ങൾക്ക് ഉറപ്പു നൽകി. അതുവരെ ബ്രിജ് ശരൺ ഭൂഷൺ മാറി നിൽക്കും. അന്വേഷണ സമിതിയിൽ ആരൊക്കെയാണ് അംഗങ്ങളെന്ന് കായിക മന്ത്രാലയം ഇന്ന് പ്രഖ്യാപിക്കും. ബ്രിജ് ഭൂഷൺ സിംഗിനെ പുറത്താക്കണമെന്നും ഗുസ്തി ഫെഡറേഷൻ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ബുധനാഴ്ചയാണ് താരങ്ങൾ സമരം ആരംഭിച്ചത്. ഇന്ത്യൻ നൃത്തകലയെ ലോക ശ്രദ്ധയിലേക്ക് എത്തിച്ച മൃണാളിനി സാരാഭായി ഓർമ്മയായിട്ട് 7 വർഷം. 90 വർഷക്കാലം കലയ്ക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു മൃണാളിനിയുടെ. സ്വിറ്റ്സർലൻഡിലായിരുന്നു ബാല്യം. അന്നേ മനസ്സിൽ ചുവടുവെച്ച് തുടങ്ങിയതാണ് നൃത്തകല. പാലക്കാട് ആനക്കര വടക്കത്ത് തറവാട്ടിലെ ഡോക്ടർ സ്വാമിനാഥന്റെയും അമ്മു സ്വാമിനാഥന്റെയും മകൾ ഉയരങ്ങൾ കീഴടക്കിയത് നൃത്തത്തിന്റെ വിശാലാകാശത്താണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായിയുടെ ജീവിത പങ്കാളി അങ്ങനെ കലയുടെ ചക്രവാളത്തിൽ നർത്തനം ചെയ്തു. രാജ്യത്തിന്റെ അതിരുകൾ ഭേദിച്ച് ഇന്ത്യൻ നൃത്തത്തിന്റെ ചിലമ്പൊലി അന്താരാഷ്ട്ര വേദികളിൽ മുഴങ്ങി. നർത്തകി, നൃത്ത സംവിധായിക, എഴുത്തുകാരി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ആടിത്തെളിഞ്ഞതാണ് മൃണാളിനിയുടെ ജീവിതം. സ്വാതന്ത്ര്യസമര നായിക ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ സഹോദരി, ചിലങ്കയ്ക്ക് ലാസ്യം മാത്രമല്ല വീരവും വഴങ്ങുമെന്ന സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചു. കാവ്യഗ്രന്ഥമായ കണ്ണൻ എന്ന കൃതി ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. ദി വോയിസ് ഓഫ് ദ ഹാർട്ട് എന്ന ആത്മകഥയിൽ പ്രണയവും വിവാഹവും ജീവിതവും പദമാടി. നിരാശകളെയും ദുരന്തങ്ങളെയും അതിജീവിക്കാൻ കലയുടെ മാന്ത്രികതയ്ക്ക് കഴിയുമെന്ന് ബോധ്യപ്പെടുത്തി. സ്വയം അവസാനിപ്പിച്ചല്ല, സ്വയം അവരോധിച്ചാണ് നൈരാശ്യങ്ങളെ മറികടക്കേണ്ടതെന്ന് നൃത്തനാടകങ്ങളിലൂടെ ആസ്വാദകരെ ഉദ്ബോധിപ്പിച്ചു.
ഹൈദരാബാദിൽ ദർപ്പണ അക്കാദമി സ്ഥാപിച്ചു. ഇന്ത്യൻ നൃത്തകലയുടെ മഹത്വം ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത നർത്തകിയെ പത്മ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ചു. അടിസ്ഥാനം ദൃഢമാകാതെ ഒരു കലയെയും ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചു മൃണാളിനി. തപസ്യയ്ക്കൊപ്പം നിശ്ചയദാർഢ്യവും പോരാട്ട വീര്യവും കൂടി മകൾ മല്ലിക സാരാഭായിക്ക് പകർന്നു നൽകിയാണ് അവർ ജീവിതത്തിന്റെ അരങ്ങൊഴിഞ്ഞത്. കൃഷ്ണ നീ ബേഗനെ ബാരോ കൃഷ്ണ നീ ബേഗനെ ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോഴിക്കോട്ടെ കല്ലുമ്മേക്കായ ഏറെ പ്രസിദ്ധമാണ്. ഏറ്റവും രുചികരമായ കല്ലുമ്മേക്കായ കിട്ടുന്നത് ചാലിയത്താണ്. കടൽ കടന്ന് വിദേശങ്ങളിലേക്ക് ഉൾപ്പെടെ പോകുന്ന കോഴിക്കോടൻ കല്ലുമ്മേക്കായുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പാറക്കെട്ടുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കക്കവർഗത്തിൽപ്പെടുന്ന ഞവണിക്കയാണ് കല്ലുമ്മക്കായ. കോഴിക്കോട്ടെ ചാലിയത്തും എലത്തൂരിലുമാണ് ഏറ്റവും നല്ല കല്ലുമ്മക്കായയുള്ളത്. ചാലിയത്തെ കല്ലുമ്മക്കായയാണ് കടൽ കടന്ന് വിദേശങ്ങളിലേക്കുൾപ്പെടെ പോകുന്നത്. മലബാർ തീരത്താണ് കല്ലുമ്മക്കായ കൂടുതലായി കാണപ്പെടുന്നത്. നീലയും പച്ചയും കറുപ്പും നിറം കലർന്ന തോടിനുള്ളിലുള്ള ജീവിയാണ് കല്ലുമ്മക്കായ. രാവിലെ 7:30നും 12നും ഇടയിലാണ് മത്സ്യത്തൊഴിലാളികൾ കല്ലുമ്മക്കായ ശേഖരിക്കാനുള്ള കൊട്ടവലയുമായി കടലിലേക്ക് ഇറങ്ങുക. ഇവിടെ സാധാരണ വേലിയേറ്റത്തിനാണ് പോവാറ്. ഇപ്പോൾ കടുക്ക കുറവായതുകൊണ്ട് ഒരു നിശ്ചിത സമയം ഇല്ലാണ്ട് പറിക്കുന്നുണ്ട്. എന്നാലും ഒരു 7 മണിക്ക് 8 മണിക്ക് പണി തുടങ്ങും. പിന്നെ ഒരു 4-5 മണിക്കൂർ ഇപ്പോൾ മുങ്ങണം ശരിക്കും. ആദ്യത്തെ മാതിരിയല്ല. വലിയ കടുക്ക കിട്ടാനില്ലാത്തതുകൊണ്ട് ചെറുപ്പം കടുക്ക പറിക്കുന്നു. സാധാരണഗതിയിൽ സാധനം ഉണ്ടാകുമ്പോൾ നല്ല പൈസ കിട്ടും, അല്ലെങ്കിൽ പൈസ വളരെ കുറച്ചാണ് കിട്ടുക. പരിസ്ഥിതി ആഘാതവും കടൽ ജല മലിനീകരണവും രൂക്ഷമായതിനാൽ കല്ലുമ്മക്കായ കുറഞ്ഞു വരുന്നുണ്ട്. കടൽ മലിനീകരണത്തെ പ്രതിരോധിക്കുന്നതിൽ കല്ലുമ്മക്കായ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു കല്ലുമ്മക്കായയ്ക്ക് കടലിലെ 25 ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാനാവുമെന്നാണ് ശാസ്ത്ര നിഗമനം. ഈ വർഷം ആവശ്യത്തിന് കല്ലുമ്മക്കായ ലഭിക്കുന്നുണ്ടെന്നാണ് ചാലിയത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. വലുതും ചെറുതുമായ കല്ലുമ്മക്കായകളുണ്ട്. ഒരുപാട് തൊഴിലാളികളുണ്ട് ഇത് ചെയ്യണേ, ഈ പണി ചെയ്യണേ. അപ്പോൾ കുറച്ചാളുകൾക്ക് ഈ പണി ഇല്ലാതാവാണ്. കാരണം കുറച്ചാളുകൾ എന്തൊക്കെയാണ് ഇത് ചെറിയ സാധനം എടുത്തോണ്ട് കണ്ട് പുഴയിലിട്ടിട്ട് വളർത്തുമ്പോൾ ബാക്കിയുള്ള പിന്നീട് ഈ സാധനം ഇവിടെ ഇല്ലാതാവാണ്, ഇവിടെ നിന്ന് നശിച്ചു പോവാണ്. അപ്പോൾ ഇത് പുഴയിലിട്ടാൽ അവനാൻ അണ്ടറിലായി. ആരാണ് ചെറുതും എടുക്കുന്നത്? ഒലിക്ക വലുതായാലും വിളവെടുക്കുക. പക്ഷേ എല്ലാ മുങ്ങണ ആളുകൾക്കും എന്തായി അതൊരു പ്രയാസമുള്ള കാര്യമായി. കൊതിയൂറുന്ന വിഭവങ്ങളാണ് കല്ലുമ്മക്കായ കൊണ്ട് തയ്യാറാക്കുന്നത്. കല്ലുമ്മക്കായ അപ്പം മുതൽ ബിരിയാണി വരെയുണ്ട്. കോഴിക്കോട് ബീച്ചിൽ ഏതു കാലത്ത് പോയാലും കല്ലുമ്മക്കായ പൊരിച്ചത് ലഭിക്കും. മലബാറിലെ മറ്റു ജില്ലകളിൽ നിന്നും കോഴിക്കോട്ടേക്ക് കല്ലുമ്മക്കായ എത്തുന്നുണ്ട്. കേരളത്തിൻ്റെ കല്ലുമ്മക്കായ ഹബ്ബായാണ് കോഴിക്കോട് അറിയപ്പെടുന്നത്. ചാലിയത്തെ കടുക്ക ബസാറിൽ വൈവിധ്യമാർന്ന കല്ലുമ്മക്കായ ലഭിക്കുന്ന കാലമുണ്ടായിരുന്നു. പഴയ പ്രതാപം മങ്ങിയെങ്കിലും കടുക്ക ബസാറിലെത്തിയാൽ ഇപ്പോഴും കിട്ടും കല്ലുമ്മക്കായ. കോഴിക്കോടൻ കല്ലുമ്മക്കായയുടെ പ്രസിദ്ധി അങ്ങ് 7ാം കടലിനക്കരെ വരെയുണ്ട്. ഒബാമ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്ത് ഡൽഹിയിൽ വന്നപ്പോൾ കോഴിക്കോട് നിന്നാണ് ഏറ്റവും മികച്ച കല്ലുമ്മക്കായ ഡൽഹിയിലേക്ക് കൊണ്ടുപോയത്. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്.
ഇനിയൊരു പിറന്നാൾ ആഘോഷ കാഴ്ചയിലേക്കാണ്. മലപ്പുറം കാളികാവ് തൊടികപ്പുലം സ്വദേശി നീലിയങ്ങാടൻ ബഷീറിന്റെ വീട്ടിലെ ഒരു അംഗത്തിന്റെ പിറന്നാൾ ആഘോഷമാക്കിയത് നാടൊന്നാകെയാണ്. ആരുടെ പിറന്നാളാണെന്നല്ലേ റിപ്പോർട്ട് കാണാം. നമ്മളൊരു സവിശേഷ പിറന്നാൾ ആഘോഷത്തിനാണ് സാക്ഷിയാകാൻ പോകുന്നത്. പിറന്നാൾ ആഘോഷം ആരുടെയെന്ന് വെച്ചാൽ ഇവന്റെ പിറന്നാളാണ്. തൊടികപ്പുലം രാജമാണിക്കെന്നാണ് ഈ ഭീമൻ പോത്തുകുട്ടന്റെ പേര്. ബഷീറാക്കയാണ് അതിന്റെ ഉടമസ്ഥനും അതിന്റെ എല്ലാം. ബഷീറാക്ക, എന്തൊക്കെയാണ് ഇന്ന് പിറന്നാളാഘോഷത്തിന്റെ കാര്യങ്ങളൊക്കെ? പിറന്നാളാഘോഷത്തിന്റെ കാര്യങ്ങൾ ചെറിയ ഒരു കേക്ക് മുറി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു പായസം, അതൊക്കെ ഇവിടെ നമ്മൾ നാട്ടുകാർ സംഘടിപ്പിച്ചതാണ്. ഞാൻ ഇത്തവണ ആഘോഷിക്കണില്ല എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ നാട്ടുകാർ നിർബന്ധിച്ചിട്ട് ഓല പരിപാടി കഴിച്ച് നടത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ പോത്തിന്റെ പിറന്നാളൊക്കെ സാധാരണ അല്ല ആഘോഷിക്കാറുള്ളത്? അല്ല, ഇത് നമ്മളൊരു സന്തോഷം. വർഷം കണക്കാക്കുന്നത് ഇവനെ ഞാൻ പിന്നെ ചെറിയൊരു കുട്ടനെ വാങ്ങിയതാണ്. 2018 ആഗസ്റ്റ് 30 ഇവനെ വാങ്ങിയത്. 2020 ജനുവരിയിലാണ് ഇവന്റെ പല്ല് പറയുന്നത്. ആ പല്ല് പറയുന്ന കണക്ക് 2 വയസ്സ്. ആ 2 വയസ്സ് കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഇന്ന ദിവസം എന്നൊന്നും പറയാൻ പറ്റൂല നമുക്ക്. ഇവന്റെ പ്രത്യേകത തന്നെ. ഇപ്പൊ നിങ്ങളേറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാ റേറ്റും കണക്കാണ്. ആളുകളൊക്കെ കണ്ടാൽ ഓനങ്ങനെ തൊട്ടൊഴിഞ്ഞ് നിൽക്കണം. അതാണ് ഓന്റെ. അല്ലാതെ പോയാലും ഓനെങ്ങനെ വിളിച്ചു നന്നിട്ട് വിളിക്കും. അതാണ്. ഒരു 200 രൂപന്റെ ഇതിൽ ചെലവുണ്ട് ഡെയിലി. അതായത് പിന്നെ കൊപ്ര പിണ്ണാക്ക്, ചോളപ്പൊടി, പച്ചരി ഉപയോഗിച്ച് കൊടുക്കും. ഇപ്പൊ തീറ്റകൾ വളരെ കുറച്ചതാണ്. മുമ്പ് നല്ല ചെലവുണ്ടായിരുന്നു. ഇപ്പൊ തടി ഓവറായിട്ട് വന്നു. അപ്പൊ ഈ തടി കുറക്കാൻ വേണ്ടിയിട്ട് കൈത്തീറ്റകൾ കുറച്ചൊക്കെയാണ് ഇപ്പോൾ. ഇതിനെങ്ങനെ ഷോക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ? ഷോക്ക് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഒരു പരിപാടിക്ക് പോയിരുന്നു. അപ്പോൾ ഒന്നാമത് പരിപാടികളില്ല, അങ്ങനത്തെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കൊണ്ടുപോയിട്ടില്ല. എങ്ങനെ ആളുകളൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ടോ? ആളുകൾ ഒരുപാട് വരുന്നുണ്ട്, അന്വേഷിച്ച് വരുന്നുണ്ട്. എന്താ വിലയൊക്കെ പറയണ്ടോ? വില പല വിലകൾ പറയുന്നു. പലരും പല വിലകൾ പറയുന്നുണ്ട്. അതുണ്ട്. ഞാനതിന് പ്രത്യേകിച്ച് ഇപ്പൊ അങ്ങനെ ഒരു വില പറഞ്ഞിട്ടില്ല. നിങ്ങളെ വില പറഞ്ഞോളി അങ്ങനെ പറഞ്ഞ പോലെയാണ്. ഒന്നാമത് ഇപ്പൊ കൊടുക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മോഹവില പറഞ്ഞു 8 ലക്ഷം വരെ വില മോഹവില ആയിട്ട് പറഞ്ഞു. ഒരംഗം പോലെയാണ് ഇപ്പൊ ഇത്. ഭയങ്കര അടുപ്പാണ് നിങ്ങളോട്? അതെ, ഭയങ്കര അടുപ്പം തന്നെയാണ്. അത് ചെറുപ്പം മുതൽ തന്നെ ഈ മൃഗങ്ങളോട് സ്നേഹമുണ്ട്. പിന്നെ അങ്ങനെ ഓരോ യൂട്യൂബ് ചാനലുകളിലൊക്കെ അങ്ങനെ കണ്ട് അങ്ങനെ ഒരു ഇത് വന്നത്. അങ്ങനെ നമ്മൾ കാശ് കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അപ്പൊ നമ്മളത് സ്വന്തമായിട്ടൊന്ന് വളർത്തിയിട്ടു. അതിനെ നമ്മള് സാധിക്കുന്നത് വരെ പോറ്റാന്നില്ല ഒരു ഇതാണ്. 4 കൊല്ലം മുമ്പ് വാങ്ങിയത്. ചെറിയ കുട്ടനെ വാങ്ങിയത്. ഒരു 120 കിലോ ലൈവ് വെയിറ്റ് മാക്സിമം അന്ന് വാങ്ങിയതാണ്. നാട് മുഴുവനെ ഇതിന്റെ ഒരു ആഘോഷിക്കുമ്പോൾ എന്താ തോന്നിക്കണം? എന്താ വളരെ സന്തോഷം തോന്നുന്നു. വളരെ സന്തോഷം തോന്നുന്നത് തന്നെ. ഇവന്റെ ഇപ്പോൾ കഴിഞ്ഞ മാസം പിന്നെ ഒന്ന് ലൈവ് തൂക്ക് നോക്കി. 1180 കിലോ ലൈവ് വെയിറ്റ് ഉണ്ട് ഇപ്പൊ. ഇപ്പത്തെ ലൈവ് വെയിറ്റ് ഇപ്പൊ അതിൽ കൂടിയൊക്കെ ഒരു 50 കിലോ കൂടിയിരിക്കണം എന്തായാലും. എന്തായാലും നമുക്ക് ആഘോഷത്തിന്റെ കാശ് കൂടി കാണാം. പ്രസിഡന്റ് കേക്ക് മുറിക്കണേ. ആദ്യ കേക്ക് രാജമാണിക്യത്തിനും ബഷീർക്കാർക്കും രാജമാണിക്യത്തിനും വാ. പ്രസിഡന്റും വാ. ഒരു പീസ് എടുത്തോ, മെമ്പർമാരും വാ. പീസ് മാണിക്യത്തിന് കൊടുക്കാനല്ലേ? രാജമാണിക്യത്തിന് ആദ്യ കേക്ക് മുറിച്ചതിന്റെ പീസ് ഇത് വായിൽ വെച്ച് നമ്മുടെ ബഷീറിക്ക കൊടുത്ത് കൊടുക്കാൻ കിട്ടൂലേ? ആള് കൂടിയപ്പോൾ രാജമാണിക്യം അല്പ അലമ്പായെങ്കിലും പിറന്നാൾ ആഘോഷമൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നു. കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരാണ് പിറന്നാൾ ആഘോഷത്തിന് കേക്ക് മുറിക്കാൻ ഇവിടേക്ക് എത്തിയത്. ഒരു നാടൊന്നാകെ ഒരു പോത്തിന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ വളരെ രസകരമായ കാഴ്ചയ്ക്കാണ് പൂങ്കോണങ്ങാടി സാക്ഷ്യം വഹിച്ചത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, News 18. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.